അത് സുഖമുള്ളൊരോർമ്മയാണ്. കാലമേറെ ചെന്നാലും മനസ്സിൽ നിന്ന് മായാത്ത അനുഭവം. ആ ഓർമ്മകളിൽ ജീവിക്കുകയായിരുന്നു തിരുവനന്തപുരം കവടിയാറിലുള്ള ക്രൈസ്റ്റ് നഗർ സ്കൂളിലെ 1999 10ാം ക്ലാസ് ബാച്ച് വിദ്യാർത്ഥികൾ. ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഓർമ്മകളുടെ തിരുമുറ്റത്ത് അവർ വീണ്ടും ഒത്തുകൂടിയപ്പോൾ പഴയ പൊടിമീശക്കാരും പാവാടക്കാരികളും ഇന്ന് ഡോക്ടർമാരും അഭിഭാഷകരും അധ്യാപകരും ബാങ്ക് ഉദ്യോഗസ്ഥരും ഒക്കെയാണ്. അധ്യാപകനാണ്. നിങ്ങളെ പല സ്റ്റഡീസ് പഠിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ നിങ്ങളുമായി ബാസ്കറ്റ്ബോൾ കളിച്ചിട്ടുണ്ട്, ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്, നല്ല അടിയും തന്നിട്ടുണ്ട്. വൈസ് പ്രിൻസിപ്പൾ ആയിരുന്നു. നിങ്ങൾ 25 വർഷം കൂടെ, എന്റെ കുഞ്ഞുങ്ങൾ 25 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ നിങ്ങളെ ഒരുമിച്ച് കാണാനായിട്ട് ഇവിടെ ഭാഗ്യം ലഭിച്ചത് വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക്. ഓരോ പേർക്ക് എന്നെ അറിയാം. കാരണം ഗ്രൗണ്ടിൽ വരുമ്പോൾ കളിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ കുറച്ച് പേര് കളിക്കാതെ അങ്ങനെയൊക്കെ. പക്ഷേ ഞാൻ ഇവിടെ വരുന്ന വർഷം, അതായത് 93 ലാസ്റ്റ്, നിങ്ങളെല്ലാം 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലായിരുന്നു. ഞാൻ എന്നിട്ട് 99 ആയിരിക്കും പാസ് ഔട്ട്. ശരി, നിങ്ങളെ അറിയാൻ കണ്ടിട്ടൊന്നും പിടികിട്ടുന്നു. ഇനി ഒരു ഫണ്ണി ടിപ്സ് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ഒരാളെ അറിയാതെ പല മേഖലകളിലും ഉയർന്ന പദവിയിൽ ഇരിക്കുന്നവർ സ്കൂളിന്റെ പ്രധാന കവാടം കടന്ന് അകത്ത് കയറിയപ്പോൾ മുതൽ പഴയ 15 വയസ്സുകാരായി. തോളിൽ കൈയിട്ടും വാരി പുണർന്നും സന്തോഷം പങ്കുവെച്ച് അധ്യാപകരും അവർക്കൊപ്പം കൂടി. I can see you all together, and I can see the output the school has given you in making you all a good citizen. ഇതിലേക്ക് പങ്കുചേരാനായിട്ട് ക്ഷണിക്കാൻ കാണിച്ചിട്ടുള്ള നന്ദി ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞോളൂ. എല്ലാവരോടും പരിചയപ്പെടാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഞാൻ പരിചയപ്പെടുത്തോളം ഞാൻ അറിയാൻ കഴിയുന്നത് എല്ലാവരും വളരെ നല്ല നിലയിൽ ഈ രാജ്യത്തിന്റെ പല ഭാഗത്തും പുറത്തും ആയിട്ട് ജീവിതം ആസ്വദിക്കുകയാണ്. ഒരു അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും അധികം സംതൃപ്തി, സന്തോഷം നൽകുന്ന കാര്യമാണ്. ക്രൈസ്റ്റ് നഗറിന്റെ വരാന്തകൾ സൗഹൃദത്തിന്റെ സംഗമ ഭൂമിയായി. 25 വർഷം കണ്ണടച്ച് തുറക്കുന്നത് പോലെ പോയി. വർഷം കഴിയുന്തോറും കൂട്ടുകാരൊക്കെ പല വഴിക്കും പിരിഞ്ഞു. അടുത്ത ചങ്ങാതിമാരൊഴിച്ച് ആരുമായും ഒരു ബന്ധവും ഇല്ലാതെയുമായി. പലരും പ്രവാസികളായി ഗൾഫിൽ, അമേരിക്കയിൽ, ജർമ്മനിയിൽ, അങ്ങനെ. എന്നാൽ 2014 തുടങ്ങിയ വാട്സ്ആപ്പ് കൂട്ടായ്മ ലോകത്തിന്റെ പല കോണുകളിലുള്ള അവരെ ഒരുമിപ്പിച്ചു. I was teaching chemistry for you. I think now you are 40 plus, I am 60 plus. Only 20 years difference. So I am very happy to be part of this program. I congratulate the conveners for arranging such a grand function. May God bless you all. ടൈംലെസ് ടൈസ് 99 റിനൈറ്റിംഗ് മെമ്മറീസ് എന്ന പേരിൽ സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ നേരിട്ട് എത്താനാകാത്തവർ സൂം കോളിലൂടെയാണ് പങ്കെടുത്തത്. വിദ്യാസമ്പന്നരായ 1000 പേരെ വാർത്തെടുക്കാനായതിൽ അഭിമാനമെന്നാണ് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ മാത്യു തെങ്ങുംപള്ളി പറഞ്ഞത്. അന്ന് 25 വർഷങ്ങൾക്ക് മുമ്പ് ഇവരുടെ സോഷ്യൽ സ്റ്റഡീസ് അധ്യാപകനായിട്ട് വടിയും ഒക്കെ ആയിട്ട് ഞാൻ ഇവരുടെ കൂടെ നടന്നിട്ടുണ്ട്. നല്ല തല്ല് കൊടുത്തിട്ടുണ്ട്. ഇന്ന് അവരൊക്കെ ഒന്നിച്ചുകൂടി ആ നൊസ്റ്റാൾജിക് ഫീലിംഗ് ഒന്ന് അയവിറക്കുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങള് വളർന്നു വലുന്ന് പന്തലിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ, ഇന്ന് ആ സ്കൂളിന്റെ പ്രിൻസിപ്പൾ എന്നുള്ള നിലയിൽ എനിക്ക് വളരെ അഭിമാനവും സന്തോഷവുമാണ്. ഹലോ എവരിവൺ, എൻ്റെ പേര് കിഷോറാണ്. ഞാൻ US വർക്ക് ചെയ്യുവാണ്. ഞങ്ങൾ സോഷ്യൽ മീഡിയയിലും വാട്സാപ്പിലും പലരോടും ടച്ചിലാണ്. പക്ഷെ ഇന്ന് എല്ലാവരും ഒത്തൊരുമയോടെ വരുന്ന ഒരു ദിവസം ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈ ഓൺലൈനിൽ കാണുന്നതും ഇൻ പേഴ്സൺ കാണുന്നതിനും ഒരു ഭയങ്കര ഡിഫറൻസ്, പ്രത്യേകിച്ച് ഒരു ഫീലായി, ഒരു ക്ലോസ് ടച്ച് ഫീലായി. സോ അതിൽ ഭയങ്കര ഹാപ്പിയാണ്. സോ ഇത് നവീൻ. എൻ്റെ പേര് നവീൻ. ഇയറിൽ ഇവിടെ കാണാൻ എല്ലാവരെയും സാധിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങളെല്ലാവരും സോഷ്യൽ മീഡിയയിലെല്ലാം കണക്റ്റഡ് ആണ്, കിഷോർ പറഞ്ഞതുപോലെ. പക്ഷേ ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് ഞാനൊരു അൺപ്ലാൻഡ് വിസിറ്റിൽ ഇവിടെ വന്ന് ജോയിൻ ചെയ്തതാണ്.
വെരി ഹാപ്പി. ഹായ്, എൻ്റെ പേര് ജോ എന്നാണ്. നമ്മൾ വല്ലപ്പോഴും ഒക്കെ ആൾക്കാർ പലരും ചെറിയ ചെറിയ ഗ്യാതറിങ്സ് ആയിട്ട് നമ്മൾ ഒത്തുകൂടാറുണ്ടായിരുന്നു. ഐ എം ബേസ്ഡ് ഔട്ട് ഓഫ് ദുബായ് നൗ. അവിടെ ഒരു ബിസിനസ്സും കാര്യങ്ങളായിട്ട് നടക്കുന്നു. അതായത് അവിടെ പല ഫ്രണ്ട്സ് വരുന്ന സമയത്ത് അവിടുത്തെ ക്ലസ്റ്റർ ഒരുമിച്ച് കൂടാറുണ്ട്. ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ ക്ലസ്റ്റർ, പക്ഷെ എല്ലാവർക്കും ഒരുമിച്ച് കൂടാനായിട്ടുള്ള ഒരു അവസരം ഇത് ആദ്യമായിട്ടാണ്. എൻ്റെ പേര് പരമേശ്വരൻ. എല്ലാവരെയും മീറ്റ് ചെയ്യുന്നതിൽ വളരെ സന്തോഷമാണ്. എപ്പോഴാണ് കാണുന്നത്, ഫേസ് ടു ഫേസ് ആ ഒരു പേഴ്സണൽ ടച്ച് എന്ന് പറയുന്നത് ഒരു ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ സ്പെഷ്യൽ ആൻഡ് വെരി ഹാപ്പി ടു സീ ഓൾ മൈ ഫ്രണ്ട്സ് ഫ്രം മൈ സ്കൂൾ ഡേയ്സ്. 25 വർഷത്തെ വിശേഷങ്ങൾ പറഞ്ഞ് അവർ പല വഴിക്ക് പിരിഞ്ഞുവെങ്കിലും അത് താൽക്കാലികമാണ്. കാരണം വിജയങ്ങൾ പലത് നേടിയാലും ഇതുപോലുള്ള സ്നേഹ സംഗമങ്ങളാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്.